സോ ഹലോ ആൻഡ് വെൽക്കം ടു ദി ന്യൂ വീഡിയോ. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ഇന്ത്യ എന്ന കൺസെപ്റ്റാണ്. അതായത് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസ് ആൻ ഓൺടർപ്രണർ നമ്മുടെ മുമ്പിൽ 3 ഇന്ത്യ ഉണ്ട്. അതിനെക്കുറിച്ചൊരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് വീഡിയോയിലൂടെ കിട്ടിയും കാണും. ഓക്കെ, സോ ഞാൻ കൂടുതൽ താമസിപ്പിക്കാതെ ഈസി ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, സോ കൺസ്യൂമേഴ്സിനെ നമ്മൾ 3 ഇന്ത്യ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യ 1, ഇന്ത്യ 2 ആൻഡ് ഇന്ത്യ 3. ഓക്കെ, അതിനെ നമ്മൾ ഡീകോഡ് ചെയ്ത് മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഒരു പിക്ചറൈസ്ഡ് ഫോർമാറ്റാണ് നിങ്ങളിവിടെ കാണുന്നത്. ആൻഡ് നിങ്ങളൊരു സ്മോൾ സ്കെയിൽ അല്ലെങ്കിൽ ഒരു മീഡിയം സ്കെയിൽ, ലാർജ് സ്കെയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇനി ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓൺടർപ്രണർ ആണ്, ഇങ്ങനെ ഏത് കാറ്റഗറിയിലുള്ള ഓൺടർപ്രണർ ആണെങ്കിലും ഡസൻ മാറ്റർ. ഈ കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ നിങ്ങൾ ബിസിനസ് റൺ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾ റൺ ചെയ്യും. പക്ഷേ അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ മുമ്പിൽ വരുന്ന കസ്റ്റമർ അല്ലെങ്കിൽ നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസ് ആരാണെന്ന് മനസ്സിലാക്കാതെ, മാർക്കറ്റ് സെഗ്മെന്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ കച്ചവടം ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ഓക്കെ, അത് മനസ്സിലാക്കി ചെയ്ത ആൾക്കാരാണ് ഇവിടെ ചെറിയ സമയം കൊണ്ട് വലിയ ഗ്രോത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, സോ നമ്മൾക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് ഇന്ത്യയെ നോക്കിക്കഴിഞ്ഞാൽ ഒരു $3.9 ട്രില്യൺ GDP വാല്യൂ ഉള്ള ഒരു എക്കോണമി ആയിട്ട് നമുക്ക് ഇന്ത്യ കാണാൻ പറ്റും. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും പവർഫുൾ വാസ്റ്റ് എക്കോണമിയാണ്. ഓക്കെ, ഈ GDP എന്താണെന്ന് നിങ്ങൾക്ക് ചിലർക്ക് സംശയം ഉണ്ടാവും. അതായത് ഞാനൊരു ചെറിയ എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മുടെയൊക്കെ ഹെൽത്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി മാസ് ഇൻഡെക്സ് നോക്കും. ഓക്കെ, ഈ ബോഡി മാസ് ഇൻഡെക്സ് നോക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇന്ത്യയുടെ ഫൈനാൻഷ്യൽ അല്ലെങ്കിൽ എക്കോണമിക് ഹെൽത്ത് വാല്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന GDP എന്ന് പറയുന്നത്, അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന $3.9 ട്രില്യൺ എക്കോണമിയുടെ 60% നമ്മളുടെ കോൺട്രിബ്യൂഷൻ, അതായത് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് വഴി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന മണിയുടെ ഒരു വാല്യൂ, ആ ഒരു മണി എന്ന് പറയുന്നത് $3.9 ട്രില്യൺ GDP-യുടെ 60% കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം അത്രയും വാസ്റ്റ് ആയിട്ടുള്ള ഒരു എക്കോണമിയാണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു എക്കോണമിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യയിൽ ഒത്തിരി പേര് ഇവിടെ ബിസിനസ് റൺ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്, ഒത്തിരി പേര് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്, ഒത്തിരി പേര് വളരെയധികം നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ മാർക്കറ്റിലുള്ള കസ്റ്റമറിന്റെ നീഡ് എന്താണ്, എന്ത് ടൈപ്പ് കസ്റ്റമറാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്, അവരെ ഏത് സ്റ്റേറ്റസിലുള്ള ഏത് സെഗ്മെന്റിലുള്ള ആൾക്കാരാണ് എന്നൊന്നും മനസ്സിലാക്കാതെ ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു പരിധിക്ക് അപ്പുറം ഗ്രോ ചെയ്തിട്ടില്ല. പക്ഷെ ഇത് നന്നായിട്ട് റിസർച്ച് ചെയ്ത് നല്ല രീതിയിൽ ബിസിനസിനെ കുറിച്ച് പഠിച്ച് അല്ലെങ്കിൽ മാർക്കറ്റ് സെഗ്മെന്റ്സിനെ കുറിച്ച് പഠിച്ച് ചെയ്ത ആൾക്കാരാണെങ്കിലോ ഇവിടെ എക്സ്പൊണൻഷ്യലി ഗ്രോ ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പം നിങ്ങൾ ഈ ഒരു പിക്ചറിൽ കാണുന്ന പല ആളുകളും, രത്തൻ ടാറ്റ ആണെങ്കിലും അംബാനി ആണെങ്കിലും അശ്നീൽ ഗ്രോവർ, അമൻ ഗുപ്ത എന്നൊക്കെ പറയുന്ന ഇവിടെയുള്ള ഇനിയിപ്പോൾ ഓയുടെ ഓണർ നോക്കിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും തന്നെ മാർക്കറ്റ് സെഗ്മെന്റ്സിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് അതിലേക്ക് നല്ല രീതിയിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയും അതേപോലെ തന്നെ പ്രൈസിങ് സ്ട്രാറ്റജി ആണെങ്കിലും ഇനിയിപ്പോൾ മാർക്കറ്റ് ഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെങ്കിലും കൊണ്ടുപോയി കൊടുത്ത് മാർക്കറ്റ് വിൻ ചെയ്ത ആൾക്കാരാണ്. ഓക്കെ, സോ നിങ്ങൾ മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെയധികം നിങ്ങളുടെ ബിസിനസ്സിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ആസ് ഐ ടോൾഡ് ബിഫോർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ 1, ഇന്ത്യ 2, ഇന്ത്യ 3 ഉണ്ട് നമ്മുടെ മുമ്പിൽ. ഓക്കെ, ഈ ഇന്ത്യ 1, ഇന്ത്യ 2, ഇന്ത്യ 3 എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് പെർ ക്യാപിറ്റ ഇൻകം എന്നുള്ള ഒരു സ്കെയിൽ വെച്ചിട്ടാണ്. എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? ഈ ഒരു ടേം നിങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് ഒരു ജിയോഗ്രഫിക് ലൊക്കേഷനിലെ ഒരു പോപ്പുലേഷൻ, അതായത് ഒരു പ്രത്യേക ഏരിയയിലെ പോപ്പുലേഷന്റെ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ ആ പോപ്പുലേഷൻ. എനിക്ക് ഇയർലി കിട്ടുന്ന ഇൻകം എന്ന് പറയുന്നത് ഇപ്പം 12 ലക്ഷം രൂപയാണെങ്കിൽ എന്നെ പോലെ 12 ലക്ഷം രൂപ ഏൺ ചെയ്യുന്ന 10 പേരെ എടുത്തെന്ന് വിചാരിച്ചു. ആ 10 പേര്, അപ്പൊ ആ ടോട്ടൽ ഇൻകം ഡിവൈഡഡ് ബൈ 1,20,00,000 ഡിവൈഡ് ബൈ ആ 10 പേര്, അതാണ് ആ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇയർലി കിട്ടുന്ന ആ ഒരു ഇൻകമിനെയാണ് നമുക്ക് പെർ ക്യാപിറ്റ ഇൻകം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഇൻകം ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പോപ്പുലേഷന്റെ ഇൻകം ആണ് പറയുന്നത്, കളക്റ്റീവ് ആയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് എന്തിനാണ് പറയുന്നത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം വെച്ചിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ എക്കോണമിയെ എന്ന് വെച്ചാൽ 3 സെഗ്മെന്റ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കാണുന്നത്. ഓക്കെ, അപ്പൊ ഇന്ത്യ 1-നെ നമുക്ക് 12 കോടി പോപ്പുലേഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, 10 ലക്ഷം രൂപ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടാക്കുന്ന 12 കോടി വരുന്ന പോപ്പുലേഷനെയാണ് നമ്മൾ ഇന്ത്യ 1 ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ 2.5 ലാക്സ് പെർ ക്യാപിറ്റ ഇൻകം ഏൺ ചെയ്യുന്ന 10 കോടി വരുന്ന പോപ്പുലേഷനെ നമുക്ക് ഇന്ത്യ 2 ആയിട്ട് കാണാൻ പറ്റും. ആൻഡ് 1.25 ലാക്ക് പെർ ക്യാപിറ്റ ഇൻകം ഉള്ള 120 കോടി ജനങ്ങളെ നമുക്ക് ഇന്ത്യ 3 ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ ഇന്ത്യ 1-നെ നമുക്ക് പിന്നെ സബ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇന്ത്യ 1 ആൽഫ എന്നും ഇന്ത്യ 1 ബീറ്റ എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ് ഇന്ത്യ 1 ആൽഫ?
ഇന്ത്യ വൺ ആൽഫ എന്ന് പറയുന്നത് 2.5 crore പോപ്പുലേഷൻ ആണ്. ഈ 2.5 crore പോപ്പുലേഷന് അവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് 30 lakhs ഓർ 30 lakhs എബവ് ആണ്. ഓക്കെ. ആൻഡ് ഇന്ത്യ വൺ ബീറ്റ എന്ന് പറയുന്നത് 9.5 crore പോപ്പുലേഷൻ ആണ്. ഇവരുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപയാണ്. ഓക്കെ. അപ്പോൾ ഈ 5 ലക്ഷം രൂപ ഒരു കാറ്റഗറി വരുന്ന ആൾക്കാരായിരിക്കും നിങ്ങൾ ജനറലി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലൊക്കെ തന്നെ കാണുന്നത്. ഓക്കെ. അതാണ് ഇന്ത്യ വൺ ബീറ്റ എന്ന് പറയുന്നത്. ഇനിയിപ്പം നമ്മളെക്കാളും കുറെ കൂടെ മുകളിൽ നിൽക്കുന്ന ഇൻകം ഉള്ള കുറെ ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട അംബാനിയെ പോലുള്ള പല ആൾക്കാരും, അല്ലെങ്കിൽ ഒരു അപ്പർ മിഡിൽ ക്ലാസ് എന്നൊക്കെ സാധാരണക്കാർ വിളിക്കുന്ന പോലെ അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ട്. അവരെയാണ് നമുക്ക് ഇന്ത്യ വൺ ആൽഫ എന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ. നിങ്ങൾക്കൊരു ഇമാജിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഷോർട്ടായിട്ട് പറഞ്ഞതാണ്, പക്ഷേ ഇവരുടെ ഒരു ഇൻകം നിങ്ങൾ കൺസിഡർ ചെയ്യാം. ഓക്കെ. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്തിനാണ് നമ്മൾ ഈ പറയുന്ന ഇൻകം വെച്ചിട്ട് ഇവരെന്തിന് ഇത്രയും ഡിവൈഡ് ചെയ്ത് കാണുന്നത്, ഇത്രയും വേർതിരിച്ച് കാണേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള കസ്റ്റമറുടെ ബൈങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ അവന് പർച്ചേസ് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്ന് നമുക്ക് അറിയണ്ടേ. ഓക്കെ. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്ക് കച്ചവടം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് എന്തിനാണ് നമ്മൾ ഇത്രയും ഡിവൈഡ് ചെയ്ത് കാണുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു വീട്ടിലേക്ക് വരുന്ന ഗ്രോസ് ഇൻകം ഉണ്ട്, അതായത് ഹൗസ് ഹോൾഡ് ഇൻകം. അത് ഇന്ത്യ വൺ ആണെങ്കിലും ഇന്ത്യ ടു ആണെങ്കിലും ഇന്ത്യ ത്രീ ആണെങ്കിലും. ഓക്കെ. ഇവരുടെ ഗ്രോസ് ഇൻകമിൽ നിന്ന് എന്താണ് നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്നത്? നമ്മൾ ടാക്സസ് അടയ്ക്കുന്നുണ്ട്. അതിൽ നിന്ന് പിന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എസെൻഷ്യൽ എക്സ്പെൻസസ്, അതായത് ഫുഡ്, ഷെൽട്ടർ, ബാക്കി എഡ്യൂക്കേഷൻ, ഇങ്ങനെയുള്ള പല എസെൻഷ്യൽ എക്സ്പെൻസസും കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന ഡിസ്ക്രിഷണറി ഇൻകം. ഏറ്റവും ഹൈ ഡിസ്ക്രിഷണറി ഇൻകം, അതായത് ഏറ്റവും കൂടുതൽ ഡിസ്ക്രിഷണറി ഇൻകം ഉള്ളത് ഇന്ത്യ വണ്ണിനാണ്. ഓക്കെ. അതായത് മിച്ചം വരുന്ന എമൗണ്ട്, ഈ പറയുന്ന എക്സ്പെൻസസ് എല്ലാം കഴിഞ്ഞിട്ട് ഗ്രോസ് ഇൻകമിൽ നിന്നും മിച്ചം വരുന്ന എമൗണ്ട് ഏറ്റവും കൂടുതലുള്ള ആർക്കാണുള്ളത്? ഡിസ്ക്രിഷണറി ഇൻകം ഇന്ത്യ വണ്ണിനാണുള്ളത്. ദാറ്റ് മീൻസ് ഇന്ത്യ വണ്ണിനാണ് ഏറ്റവും ബൈയിങ് പവർ ഉള്ളത്, അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഉള്ളത്. അവർക്കാണ് ഏറ്റവും ബൈയിങ് കപ്പാസിറ്റി ഉള്ളത്. ഓക്കെ. ഏറ്റവും കൂടുതൽ ബൈയിങ് കപ്പാസിറ്റി ഉള്ളവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അവർക്ക് ഏറ്റവും കൂടുതൽ കാശ് മിച്ചം ഇരിക്കുന്നതുകൊണ്ട് എന്താണ്, അവർക്ക് എന്തും വാങ്ങിക്കാനുള്ള പൊട്ടൻഷ്യൽ അവർക്കുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ. ഇത് നിങ്ങൾക്ക് വഴിയെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ വൺ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നേരത്തെ പറഞ്ഞ ടോട്ടൽ കൺസംഷൻ ഇല്ലേ, അതായത് നമ്മൾ വാങ്ങിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ 60% കൺസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യ വൺ ആണ്. കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ പൈസ വരുന്നത് കൊണ്ട്, ഈ പറയുന്ന ഇന്ത്യ വണ്ണിൽ നമ്മൾ ആയതുകൊണ്ട്, നമ്മുടെ കയ്യിൽ പൈസ വരുന്നതുകൊണ്ട് നമ്മളാണ് ഈ പറയുന്ന 50 to 60% കൺസംഷനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി സെഗ്മെന്റിലുള്ള ആൾക്കാർ അതിനേക്കാളും കുറവ് കൺസംഷനെ നടത്തുന്നുള്ളൂ. പറഞ്ഞു മനസ്സിലായോ? അതായത് നമ്മൾ മാർക്കറ്റിൽ ഇറങ്ങുന്ന സമയത്ത് നമ്മളൊരു പ്രൊഡക്റ്റായിട്ട് ഇറങ്ങുകയാണ്. ഇത് ഏത് സെഗ്മെന്റിലുള്ള ആൾക്കാരാണ് വാങ്ങുന്നതെന്ന് നമുക്കറിയണ്ടേ? അതറിയാൻ നമ്മൾ കച്ചവടം ചെയ്തിട്ട് കാര്യമുണ്ടോ? നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും ഈ പറയുന്ന സെഗ്മെന്റിനനുസരിച്ച് വേണം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ. അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജി വേണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇന്ത്യ വൺ, ഇന്ത്യ ടു, ഇന്ത്യ ത്രീ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ത്യ വണ്ണിനാണ് ഏറ്റവും കൂടുതൽ ബൈയിങ് പവർ അല്ലെങ്കിൽ പർച്ചേസിങ് പവർ ഉള്ളത്. ഇത് നിങ്ങളുടെ മനസ്സിൽ വെച്ചോ. ഇനി ചെറുതായിട്ട് ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് ഒരു ലൈഫ് ടൈമിൽ, അതായത് ഒരു ലൈഫ് ടൈമിൽ, അത് ഇന്ത്യ വൺ ആണെങ്കിലും ഇന്ത്യ ടു ആണെങ്കിലും ഇന്ത്യ ത്രീ ആണെങ്കിലും, ഈ ഒരു ലൈഫ് ടൈമിൽ ഏറ്റവും കൂടുതൽ ഗുഡ്സ് വാങ്ങുന്ന ആരാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യ വൺ. അതായത് ഇന്ത്യ വൺ ഒരു ലൈഫ് ടൈമിൽ 100K ഐറ്റംസ് വാങ്ങുകയാണെങ്കിൽ ഇന്ത്യ ടു 10K ഐറ്റംസേ വാങ്ങത്തുള്ളൂ, ഇന്ത്യ ത്രീ 1K ഐറ്റംസേ വാങ്ങത്തുള്ളൂ. കാരണം എന്താണ്? ഇന്ത്യ വണ്ണിന്റെ കയ്യിൽ ഡിസ്ക്രിഷണറി ഇൻകം ഹൈ ആണ്. ഓക്കെ. ഇന്ത്യ വണ്ണിന്റെ കയ്യിൽ ഡിസ്ക്രിഷണറി ഇൻകം ഹൈ ആകുമ്പം അവർ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം കൂടും, അവർ കൺസ്യൂം ചെയ്യുന്ന സാധനങ്ങളുടെ എണ്ണം കൂടും. ഓക്കെ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു ചെറിയ കാര്യം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിസ്ക്രിഷണറി ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും കൂടും, നമ്മളുടെ പർച്ചേസിങ് എബിലിറ്റി കൂടും. ഓക്കെ. സോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ പറയുന്ന ഒരു ടൈനി സെറ്റ് ഓഫ് പോപ്പുലേഷൻ, അതായത് ഇന്ത്യ വൺ എന്ന് പറയുന്ന ഈ ഒരു ടൈനി സെറ്റ് ഓഫ് പോപ്പുലേഷൻ ആണ് ചില ഇൻഡസ്ട്രികളിൽ ഏറ്റവും കൂടുതൽ കൺസംഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില ഇൻഡസ്ട്രിയുടെ കൺസംഷന്റെ മെജോറിറ്റിയും കൺസ്യൂം ചെയ്യുന്നത് ഈ പറയുന്ന ഇന്ത്യ വൺ ആയിരിക്കും. ഇവരാണ് ഇവർ കാരണം മാത്രമാണ് ഇൻഡസ്ട്രികളൊക്കെ തന്നെ റണ്ണായി പൊക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇതിപ്പം പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇന്ത്യൻ പോപ്പുലേഷന്റെ 1% ആണ് 45% ഫ്ലൈറ്റ് ട്രാവൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഇത്രയും ഫ്ലൈറ്റ് ട്രാവൽസ് അഫോർഡ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന 1% ഇന്ത്യൻസ് ആണ് എന്ന് വിചാരിച്ച് ബാക്കി ആൾക്കാർ മേടിക്കുന്നില്ലെന്നാണോ? പക്ഷെ 45% ചെയ്യുന്നത് ഇവരാണ്. കാരണം എന്താ? അവർക്ക് അതിന് നീഡ് ബാക്കിയുള്ളവരെക്കാളും കൂടുതലാണ്. അവർക്ക് അതിനനുസരിച്ച് ഇൻകം വരുന്ന സമയത്ത് ഇതിനുള്ള നീഡ് കൂടും, അവർ അവിടെ കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി 6.5% ഓഫ് UPI യൂസേഴ്സ്, നമ്മളെല്ലാവരും ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ. നമ്മൾ സ്ഥിരം കാണുന്ന മിക്ക ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഒന്നെങ്കിൽ ഈ പറയുന്ന ഇന്ത്യ വൺ ബീറ്റയ്ക്കകത്ത് അല്ലെങ്കിൽ ഇന്ത്യ വൺ ആൽഫയ്ക്കകത്ത് പെടുന്ന ആൾക്കാരാണ്. ഓക്കെ. അപ്പൊ ഈ പറയുന്ന 6.5% UPI യൂസേഴ്സ് ആണ്
ഇവിടുത്തെ 45% ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. അതായത് ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവർ ഇല്ലെന്നല്ല, ഗൂഗിൾ പേ യൂസ് ചെയ്യുന്നവർ ബാക്കിയുള്ളവർ ഇനിയും കാണും. പക്ഷെ അവർക്ക് ഡിസ്ക്രിഷണറി ഇൻകം കമ്പാരിറ്റീവ്ലി കുറവാകുമ്പോൾ അവർ ഇതിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം കുറയ്ക്കും, ഇല്ലേ? ഈ പറയുന്ന ഡിസ്ക്രിഷണറി ഇൻകം കൂടുമ്പോഴെന്താണ് നടക്കുന്നത്? നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സ്വഭാവം കൂടും. ഓക്കെ, ബേസിക് കൺസെപ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ഡിസ്ക്രിഷണറി ഇൻകം കൂടുന്നതിനനുസരിച്ചാണ്, അല്ലെങ്കിൽ നമ്മളുടെ കൈ വരുന്ന ഗ്രോസ് ഇൻകം കൂടുമ്പോൾ എന്താണ്, നമ്മൾ ടാക്സ് അടയ്ക്കും, നമ്മളുടെ എസെൻഷ്യൽ എക്സ്പെൻസസ് നമ്മൾ അതിനനുസരിച്ച് സ്പെൻഡ് ചെയ്യും. പക്ഷേ മിച്ചം വരുന്ന ഡിസ്ക്രിഷണറി ഇൻകം എന്താണ്, നമ്മൾക്ക് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. അതിനനുസരിച്ച് എന്താണ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ 45% ട്രാൻസാക്ഷൻ നടത്തുന്നത് 6.5% യൂസേഴ്സ് ആണ്. ഓക്കെ, ഇനി ഈ ഒരു റീസൺ കൊണ്ടാണ് ഇവിടെയുള്ള പല ബിസിനസ്സുകാരും, ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്ന ബിസിനസ്സുകാരെ വെച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഈ പറയുന്ന ക്രെഡിറ്റിന്റെ ഓണർ, അതായത് ക്രെഡിറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ് ഇദ്ദേഹം നടത്തുന്നത്. ഇദ്ദേഹത്തിന്റെ കമ്പനി ആണെങ്കിലും ഇനിയിപ്പം ഡെൻസോ എന്ന് പറയുന്ന ഡെലിവറി പ്രോസസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആണെങ്കിലും, ഇനി അതല്ല ഓല നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, ബുക്കിംഗ് ആണ്, നമുക്കൊരു ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആണ്. ഇവരാണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും ഇനിയിപ്പം സ്വിഗ്ഗി ആണെങ്കിലും, ഇങ്ങനെയുള്ള പല നമ്മുടെ മുമ്പിലുള്ള പല വലിയ തരത്തിലുള്ള ബിസിനസ് റൺ ചെയ്യുന്ന ആൾക്കാരെ ഒക്കെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്, ഇവർ ആദ്യം തന്നെ ടാർഗറ്റ് ചെയ്തേക്കുന്നത് ഇന്ത്യ 1-നെയാണ്. കാരണം എന്താ, മൂന്നേ റീസൺസേ ഉള്ളൂ. ഓക്കെ, 3 റീസൺസ്, ബേസിക്കലി 3 റീസൺസ്, ഇനി റീസൺസ് ഉണ്ട്, പക്ഷേ ബേസിക്കലി നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത് 3 റീസൺസ് ആണ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ, ദേ ആർ ദ മോസ്റ്റ് മോണറ്റൈസബിൾ യൂസേഴ്സ്. കയ്യിൽ പൈസ ഉള്ളവന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് പൈസ മേടിക്കാൻ പറ്റും, പൈസ ഇല്ലാത്തവന്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പൈസ മേടിക്കാൻ പറ്റുന്ന ഏറ്റവും മോണറ്റൈസബിൾ ആയിട്ടുള്ള യൂസേഴ്സ് എവിടെയാണുള്ളത്? ഇന്ത്യ 1-ലാണുള്ളത്. ഓക്കെ, ആൻഡ് അടുത്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവര് റെഗുലർ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരാണ്. ഓക്കെ, കയ്യിൽ ക്യാഷ് ഉള്ളവരെന്ന് മാത്രമല്ല, അവർ റെഗുലർലി ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് എന്താണ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുന്നവർക്കാണ് ശരിക്കും പറഞ്ഞ ഓൺലൈനിലൂടെ ഏറ്റവും കൂടുതൽ മറ്റെന്താ ബുക്കിംഗ്, ഡെലിവറി പ്രോസസ്സും ഒക്കെ തന്നെയാണ് ഈ ബുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പം ഈ പറയുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻസ് നടത്തുന്ന ആൾക്കാരാണ്. ആൻഡ് തേർഡ് തിങ്, ഇവർക്ക് ഓൺലൈൻ പ്രസൻസും കൂടുതലാണ്. ഈ ഓൺലൈൻ പ്രസൻസും റെഗുലർ ട്രാൻസാക്ഷൻ നടത്തുന്ന ഈ പറയുന്ന മോസ്റ്റ് മോണിറ്റൈസബിൾ ആയിട്ടുള്ള യൂസേഴ്സിലേക്കാണ് ഏറ്റവും കൂടുതൽ ആഡുകൾ തൊട്ട് പല കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള കസ്റ്റമേഴ്സിനെ കുറിച്ച് ചെറിയൊരു ധാരണ കിട്ടുന്നുണ്ടായിരിക്കും. ഞാൻ ഏത് തരത്തിലുള്ള മാർക്കറ്റിനെയാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, അവർക്ക് പറ്റിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണോ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾ ജസ്റ്റ് ചിന്തിച്ചു നോക്കുക. ഇപ്പൊ ചിന്തിച്ചു നോക്കുക. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യാം, നിങ്ങളുടെ കയ്യിരിക്കുന്ന പ്രൊഡക്റ്റ് ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് ഏതൊക്കെ മാർക്കറ്റിനാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന സമയത്ത് ഇന്ത്യ 1-നെ മാത്രം ഞാൻ ടാർഗറ്റ് ചെയ്താൽ മതിയോ, എന്നൊക്കെയുള്ള ചോദ്യം നിങ്ങൾക്ക് വരും. ഓക്കെ, പക്ഷേ അതിനുള്ള ആൻസർ ഞാൻ തരാം, വഴിയെ ഞാൻ തരാം. അപ്പോൾ ഇന്ത്യ 1, നമ്മൾ ഈ പറയുന്ന ഓരോ മാർക്കറ്റിനെ നോക്കിക്കഴിഞ്ഞാൽ അവർക്കൊരു പാറ്റേൺ ഉണ്ട്. ഓക്കെ, ഇന്ത്യ 1-ന്റെ കേസിൽ ഈ ഒരു പാറ്റേൺ വളരെയധികം ക്ലിയർ ആയിട്ട് ഉള്ളൊരു കാര്യമാണ്. ഇന്ത്യ 1-നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ 1 കൂടുതലും ഫോക്കസ് ചെയ്യുന്ന പ്രീമിയമൈസേഷൻ ആൻഡ് മാസിഫിക്കേഷൻ ഓഫ് ലക്സറി എന്ന് പറയുന്ന 2 കാര്യത്തിലാണ്. അതായത് നമ്മൾ പ്രീമിയം ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, പ്രീമിയം പാക്കേജിങ് അല്ലെങ്കിൽ പ്രീമിയം ആയിട്ടൊരു വാല്യൂ ആഡഡ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ഇന്ത്യ 1-ന് വളരെയധികം ഇഷ്ടമായിരിക്കും. ഓക്കെ, ആ ഒരു പാറ്റേൺ അവർക്കുണ്ട്, അവർ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊഡക്ട്സും അവർ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഏരിയ ആണ്. ബാക്കി സെക്ടേഴ്സ്, ബാക്കി ആൾക്കാരെ പോലെ ഇപ്പം കയ്യിലൊരു 10 ലക്ഷം റവന്യൂ ഉള്ള ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഓൾട്ടോ കാർ മേടിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. ഓക്കെ, അവന്റെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുന്ന അടുത്ത ഒരു വാഹനമായിരിക്കും അവന് ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ പ്രീമിയം ആയിട്ട് എന്ത് കിട്ടുന്നോ അതിലേക്കായിരിക്കും അവന്റെ കണ്ണ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവർ നോക്കുന്നത് എന്താണ്, പ്രീമിയമൈസേഷനും ആൻഡ് മാസിഫിക്കേഷൻ ഓഫ് ലക്ഷറി. ഈ പറയുന്ന 2 കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പർലി യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഇന്ത്യ 1-നെ ടാർഗറ്റ് ചെയ്ത് നോക്കൂ, അവർ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ആൻഡ് ഈ പറയുന്ന ഒരു പാറ്റേൺ എക്സ്പേർട്സ് ആണ് പറയുന്നത്, ഞാൻ മാത്രമല്ല പല എക്സ്പേർട്സും പറയുന്ന കാര്യമാണ്. നമ്മൾ ഈ പറയുന്ന എക്സ്പേർട്സിൻ്റെ കൂടെ വർക്ക് ചെയ്തതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഇന്ത്യ 1-ന്റെ അടുത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി എന്താണ്, നമ്മളുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ച് ആ പറയുന്ന പ്രൊഡക്റ്റിന് വേണ്ടിയിട്ടുള്ള മാർക്കറ്റ് സ്ട്രാറ്റജി ഉണ്ടാക്കി ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങാനുള്ള, അതായത് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു പ്രോപ്പർ സ്ട്രാറ്റജി ഉണ്ടാക്കി നമ്മൾ ഇതുകൊണ്ട് നമ്മൾ മാർക്കറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആൾക്കാർ പ്രീമിയം പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മൾ ഇതിന്റെ ലക്ഷറിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണെന്നുള്ളത് നമ്മൾ മാസിഫൈ ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ അവർ അതിനോട് റെസ്പോണ്ട് ചെയ്യും. ഈ ഒരു പാറ്റേൺ ഇന്ത്യ 1-ന്റെ കേസിൽ വളരെയധികം ആൾക്കാർ ടെസ്റ്റ് ആൻഡ് ട്രൈ ചെയ്ത് അത് പ്രൂവൺ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ആൻഡ് ഡസ് ദാറ്റ് മീൻ നമ്മൾ ഈ പറയുന്ന ഇന്ത്യ 1-നെ മാത്രം നോക്കിയാൽ മതി, അതായത് ഇന്ത്യ 1-ന്റെ കാര്യം എനിക്ക് മനസ്സിലായി, ഇന്ത്യ 1-നെ മാത്രം ഞാൻ ഇനി ഫോക്കസ് ചെയ്താൽ മതി എന്ന് മാത്രം ചിന്തിച്ചാൽ മതിയോ? പോരാ.
നമ്മൾ ഇന്ത്യ വണ്ണിനെ മാത്രമല്ല നമ്മുടെ ഒരു ടാർഗറ്റ് കൺസ്യൂമേഴ്സ് ആയിട്ട് കാണേണ്ടത്. ഓക്കെ, നമ്മൾ ഇന്ത്യയിലെ ബാക്കി സെഗ്മെന്റ്സിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. നമ്മുടെ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആസ് എ ഫൗണ്ടർ, നിങ്ങളൊരു ഫൗണ്ടർ ആണെങ്കിൽ നിങ്ങളുടെ ചോയ്സ് ആണ് ഏത് സെഗ്മെന്റിനെ നിങ്ങൾ ക്യാറ്റർ ചെയ്യണം എന്നുള്ളത്. ഓക്കെ, നിങ്ങളുടെ കസ്റ്റമറിന്റെ പേയിങ് കപ്പാസിറ്റിയും കൂടെ അവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കൊടുത്തിട്ട് ഇന്ത്യ 2 ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് റോൾസ് റോയ്സ് കൊണ്ടുപോയിട്ട് പ്രൊഡക്റ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവന് ബൈ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ അവൻ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവന്റെ പേയിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് വേണം നിങ്ങൾ അവിടെ കൊണ്ടുപോയി വെക്കാൻ. ആൻഡ് അതേപോലെ തന്നെ ഈ പറയുന്ന പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സ് എന്തിന് ഇതിനു വേണ്ടിയിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യണം എന്നുള്ള യുണീക്ക് ആയിട്ടുള്ള ഇൻസൈറ്റും നമുക്ക് വേണം. ഇത് കൺസ്യൂമേഴ്സിന് നീഡുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും പ്രോബ്ലം ഈ പറയുന്ന പ്രൊഡക്റ്റ് സോൾവ് ചെയ്യുന്നുണ്ടോ, അത് സോൾവ് ചെയ്യുന്നെങ്കിൽ മാത്രമല്ലേ അവന് പേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലാതെ അവന് പേ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അതിനെക്കുറിച്ചുള്ള ക്ലാരിറ്റിയും നമുക്കുണ്ടെങ്കിലാണ് ഈ പറയുന്ന ബാക്കി സെഗ്മെന്റ്സിനെ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് പ്രോപ്പർലി ചിന്തിക്കാൻ പറ്റത്തുള്ളൂ. മാസ്ലോസ് ഹൈറാർക്കി തിയറിയാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് വെച്ച് മനസ്സിലാക്കി അറിയാം, ഓരോ സാഹചര്യത്തിലും മനുഷ്യന് ഓരോരോ നീഡുകളുണ്ട്. ഓക്കെ, ലൈഫിൽ പല പല നീഡുകളുണ്ട് നമ്മൾക്ക്. ഈ പറയുന്ന ഏതെങ്കിലും നീഡുകളെ ഈ പറയുന്ന പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഓക്കെ, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് മേടിക്കണമെങ്കിൽ നോക്കിയാൽ മതി, നമ്മുടെ എന്തെങ്കിലും നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് ആ പറയുന്ന പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫിയർ അല്ലെങ്കിൽ ഒരു ഡിസയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന പ്രൊഡക്റ്റ് മേടിക്കാൻ തോന്നുന്നത്. ഓക്കെ, ഈ പറയുന്ന പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ പറയുന്ന മാർക്കറ്റിലേക്ക് നമുക്ക് ഇത് കാറ്റർ ചെയ്യാൻ പറ്റും. സോ ഇതിന് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഫ്ലിപ്കാർട്ട് ആൻഡ് പേടിഎം ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അതായത് ഇവർ മാർക്കറ്റ് നന്നായിട്ട് വിൻ ചെയ്ത ആൾക്കാരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ 3 കാര്യങ്ങൾ അവിടെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവർ ഓഫ്ലൈൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആളുകൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൺലൈൻ ഫീച്ചേഴ്സ് മാത്രമല്ല ഓഫ്ലൈൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പേയ്മെന്റ് മോഡ്സ്, മൾട്ടിപ്പിൾ പേയ്മെന്റ് മോഡ്സ് ആൾക്കാർക്ക് അവൈലബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ പേടിഎം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പലതരത്തിൽ നമുക്ക് പേയ്മെന്റ് മോഡ് നമുക്ക് തരുന്നുണ്ട്. ഇനി ഫ്ലിപ്കാർട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊന്ന് ഈ ക്യാഷ്, ക്രെഡിറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേയ്മെന്റ് മോഡ്സ്, നമുക്ക് EMI ആയിട്ടാണെങ്കിലും ഒക്കെ തന്നെ മൾട്ടിപ്പിൾ പേയ്മെന്റ് മോഡ്സ് നമുക്ക് തന്നിട്ടുണ്ട്. വെർണക്കുലറൈസേഷൻ എന്ന് വെച്ചാൽ ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അവർ നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്ര ഈസി ആക്കി തരുമ്പോഴെന്താണ്, നമുക്ക് ഇന്ത്യ 1 ഇന്ത്യ 2 ഹാർട്ട് നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ത്യ 3 കൊണ്ട്, പക്ഷേ ഇന്ത്യ 3 കേസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഇൻകം കുറവാകുന്ന സമയത്ത് അവർ ഈ പറയുന്ന ഓൺലൈൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള ചാൻസ് പറയും. പക്ഷേ ഇന്ത്യ 1 ഇന്ത്യ 2 ഈ പറയുന്ന 3 ഫീച്ചേഴ്സ് വെച്ചിട്ട് എന്താണ് നമുക്ക് ഈസി ആയിട്ട് കേറ്റർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈവൻ പേയ്മെന്റ് മോഡിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ നമ്മളിപ്പോൾ ഒരു ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ഒരു ഗാഡ്ജറ്റ് മേടിക്കാൻ നേരത്ത് അവർ പ്രത്യേകിച്ച് പേരുള്ള ഇപ്പം മൈജി ആണെങ്കിലും ഓക്സിജൻ ആണെങ്കിലും നിങ്ങൾ എവിടെ പോയി കഴിഞ്ഞാലും അവർ പല പേയ്മെന്റ് മോഡ്സ് നമ്മുടെ മുമ്പിൽ വെക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് കസ്റ്റമേഴ്സിന് എന്ത് ടൈപ്പ് ഓഫ് പേയ്മെന്റ് മോഡാണ്, അവനിപ്പോൾ ഒരു പേയ്മെന്റ് മോഡ് പറ്റത്തില്ലെങ്കിൽ അടുത്ത പേയ്മെന്റ് മോഡ് ഓപ്ഷൻസ് അവന്റെ മുമ്പിൽ വെക്കണം. ഓക്കെ, ഇതൊക്കെ ഈ പറയുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഉള്ളിലുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ അടുത്ത മെത്തേഡ് അവന് വേണം, അവന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പ്രൊഡക്റ്റ് അവന് പ്രസന്റ് ചെയ്ത് കൊടുക്കാൻ. ഓക്കെ, അവന്റെ എന്ത് പ്രോബ്ലം ആണ് അവിടെ സാറ്റിസ്ഫൈ ആകുന്നതെന്നുള്ള അവന് മനസ്സിലാവണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ കവർ ചെയ്തുകൊണ്ടാണ് ഇന്ത്യ 1 ആൻഡ് ഇന്ത്യ 2 ഈ പറയുന്ന പേടിഎം അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോംസ് വിൻ ചെയ്തത്. ഇനി പേയ്മെന്റ് മോഡ്സിന്റെ കാര്യം പറയുമ്പോഴത്തേക്കും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വളരെ നല്ലൊരു എക്സാമ്പിൾ വരാം. അതാണ് Dream11 എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ക്രിക്കറ്റ് പ്ലേയേഴ്സിനൊക്കെ തന്നെ വളരെ സുപരിചിതമായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ആണ്. ഒരു ഫാന്റസി ഗെയിമിംഗ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ യൂസ് ചെയ്യുന്ന ഒരു പേയ്മെന്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പേയ്മെന്റ് മോഡ്സ് എന്താണെന്ന് വെച്ചാൽ മൈക്രോ പേയ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിയാണ്. അതായത് ഏത് സെക്ടറിലുള്ള ആൾക്കാർക്കും ഇവർ ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇന്ത്യ 3 ആണെങ്കിലും ഇന്ത്യ 2 ആണെങ്കിലും ഇന്ത്യ 1 ആണെങ്കിലും ഏത് സെക്ടറിനാണെങ്കിലും ഇവർ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഒരു 5 രൂപ തൊട്ട് 4 or 5 rupees തൊട്ട് 25,000 രൂപ വരെയുള്ള ഒരു പേയ്മെന്റ് മോഡ്സ് ആണ് ഇവർ തന്നിട്ടുള്ളത്. പല ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ തന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു പേയ്മെന്റ് മോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, ഏത് സെക്ടറിലുള്ള ഇന്ത്യന് വേണമെങ്കിലും അല്ലെങ്കിൽ ഏത് സെഗ്മെന്റിലുള്ള ഇന്ത്യന് വേണമെങ്കിലും ഈ പറയുന്ന പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് എന്താണ് ഗെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ വളരെ നല്ലൊരു എക്സാമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ Dream11 എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി വെർണോക്കുലറൈസേഷനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന വാട്സപ്പ് എന്ന് പറയുന്നത്. വെർണോക്കുലറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഏത് സാധാരണക്കാർക്കാണെങ്കിലും ഈസിലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നമുക്ക് തരുന്നതിനാണ് വെർണോക്കുലറൈസേഷൻ എന്ന് പറയുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് ഈസിലി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് തരുന്നതിനെയാണ് വെർണോക്കുലറൈസേഷൻ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആണ് വാട്സപ്പ് എന്ന് പറയുന്നത്. നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാട്സപ്പ് എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചില ആപ്ലിക്കേഷൻസ് അങ്ങനെയാണ്, എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്നുണ്ട്, ഏത് സെക്ടറിലുള്ള ആൾക്കാരാണെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഈ പറയുന്ന വാട്സപ്പ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, അത് യൂണിവേഴ്സൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അതിനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫുഡ്
അല്ലെങ്കിൽ ഷെൽട്ടർ, ക്ലോത്തിങ്, ഹെൽത്ത് കെയർ, ഇങ്ങനെയുള്ള ബേസിക് നീഡ്സ്, അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇതൊക്കെ മനുഷ്യന് ബേസിക്കലി വേണ്ട നീഡ്സ് ആണ്. ഈ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് നമ്മൾ മാർക്കറ്റിൽ കൊണ്ടുവന്നെങ്കിലും എല്ലാവർക്കും എന്താണ് ഈ പറയുന്ന പ്രൊഡക്റ്റ് ആവശ്യമാണ്. ഏത് സെഗ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഈ പ്രൊഡക്റ്റ് ആവശ്യമാണ്. നമുക്ക് എല്ലാ സെഗ്മെന്റിനെയും നമുക്ക് അവിടെ കാറ്റഗറൈസ് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതിൽ പ്രീമിയം കാറ്റഗറി എന്നൊക്കെ പറയുന്ന കാറ്റഗറി വരുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി, ഇപ്പൊ ബാങ്ക്സ് ഒക്കെ എല്ലാ സെക്ടറിലുള്ള ആൾക്കാർക്കും ബാങ്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ വരുന്ന പ്രൊഡക്റ്റ് ഒക്കെ എന്താണ് നമുക്ക് 3 സെഗ്മെന്റിനും ആവശ്യമുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ക്ലോത്തിങ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ക്ലോത്തിങ് ആവശ്യമാണ്, ഹെൽത്ത് കെയർ എല്ലാവർക്കും ആവശ്യമാണ്, ഷെൽട്ടർ എല്ലാവർക്കും ആവശ്യമാണ്, ഫുഡ് എല്ലാവർക്കും ആവശ്യമാണ്. ഓക്കെ, അതേപോലെ തന്നെ വാട്സപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് മറ്റുള്ളവരെ കണക്ട് ചെയ്യുക എന്ന് പറയുന്നത് ഇന്നത്തെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു നീഡാണ്. ഓക്കെ, ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ എന്താണ് നമുക്ക് കണക്ടിവിറ്റി ഫാസ്റ്റർ ആണ്. അപ്പൊ അങ്ങനത്തെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. വെർണോക്കുലറൈസേഷന് ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് വാട്സപ്പ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന 3 സെഗ്മെന്റ്സും നമുക്ക് മനസ്സിലാക്കുന്നതിലൂടെ മാർക്കറ്റിന് ഫിറ്റ് ആയിട്ടുള്ള ടൈലേർഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമുക്ക് മാർക്കറ്റിലേക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. മാർക്കറ്റിന് ഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് നിങ്ങൾക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. ഓക്കെ, ഇപ്പൊ ഈ ഒരു ഇത്രയും നേരം കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എൻ്റെ ഈ പ്രൊഡക്റ്റ് ഏത് ഏരിയയിൽ ഞാൻ ഫിറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഞാൻ ഏത് രീതിയിൽ ആ പ്രൊഡക്റ്റ് ഞാൻ അവതരിപ്പിക്കണം. ഓക്കെ, അങ്ങനെയുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങളുടെ കസ്റ്റമർ പേഴ്സണൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. ഓക്കെ, അതുപോലെ തന്നെ സ്മാർട്ട് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പം ഞാൻ മേ ബി സ്റ്റാർട്ടിങ് ഒരു എൻട്രി പാക്കേജ് എന്നുള്ള രീതിയിൽ ഞാൻ ചെറിയൊരു പൈസയ്ക്ക് ഞാനാണെങ്കിൽ നല്ല പ്രൊഡക്റ്റ് കൊടുത്ത് നമ്മുടെ India 1 അല്ലെങ്കിൽ India 2 ഞാൻ കാറ്റർ ചെയ്തിട്ട് പ്രൊഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. അവർക്ക് പല പേയ്മെന്റ് മെത്തേഡ്സും പേയ്മെന്റ് മോഡ്സും ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഇൻട്രസ്റ്റഡ് ആവും. ഓക്കെ, അങ്ങനെ സ്മാർട്ട് ആയിട്ടുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻഡ് ഈ പറയുന്ന മാർക്കറ്റിന് പ്രിസൈസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പ്രിസൈസ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവരുടെ പെയിൻ പോയിന്റ് മനസ്സിലാക്കിയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വേണം നമ്മൾ അവിടെ യൂസ് ചെയ്യാൻ. ഈ പറയുന്ന India 1 ആണെങ്കിലും India 2 ആണെങ്കിലും. ഓക്കെ, ആ ഒരു സെഗ്മെന്റിലുള്ള അവരുടെ പെയിൻ പോയിന്റ് എന്താണ് അത് മനസ്സിലാക്കിയിട്ട് വേണം കൊടുക്കാൻ. ഓക്കെ, അതൊക്കെ കൂടുതലും കസ്റ്റമർ പേഴ്സോണയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇപ്പൊ ഇത്രയും കേട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കസ്റ്റമർ പേഴ്സോണയെ കുറിച്ച് മനസ്സിലാക്കണം എന്ന ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ, അതായത് നമ്മളുടെ ഒരു ആക്ച്വൽ കസ്റ്റമർ എങ്ങനെയായിരിക്കും, അത് എങ്ങനത്തെ ആളാണ് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റ് ബൈ ചെയ്യാൻ ചാൻസ് ഉള്ള ആരാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ് ആയിട്ട് കസ്റ്റമർ പേഴ്സോണയെ കുറിച്ച് ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ ചെയ്ത് തരുന്നതായിരിക്കും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്, നിങ്ങൾക്ക് തന്നെ റിസർച്ച് ചെയ്യാവുന്നതുമാണ്. ഓക്കെ, സോ അതിനെക്കുറിച്ച് ഞാൻ തരുന്നതായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഈ പറയുന്ന കണ്ടന്റിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഡിജിറ്റലി സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ ഡയറക്ട്ലി നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പിലെ ലിങ്കിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യൂ. എൻ്റെ ടീം നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമുക്കൊരു കൺസൾട്ടേഷൻ ഷെഡ്യൂൾ ചെയ്യാവുന്നതാണ്. ആൻഡ് വി ക്യാൻ ഗോ ഫോർവേഡ് ടുഗദർ. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഇനി കാണാം.